ഏറ്റവും പ്രൗഢമായി സൂക്ഷിക്കുന്നതിനാണ് കോഴിക്കോട് വലിയ പള്ളി പണിയുന്നത്. പാവപ്പെട്ടവർക്ക് കൂടി നിസ്കരിക്കാൻ പ്രയോജനപ്പെടണം എന്നതിനാണ് 25,000 പേർക്ക് ഉപയോഗിക്കാവുന്ന പള്ളി 40 കോടി രൂപ കോടി ചെലവിൽ നിർമ്മിക്കുന്നത്. ഇയാൾ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാർ ഇതുവരെ നിസ്കരിക്കാതൊക്കെ. ഇത് പാവപ്പെട്ട ആൾക്കാർക്ക് മുസ്ലിങ്ങളെ പള്ളികൾ നിസ്കരിക്കാൻ സാധിക്കില്ല. കാസർഗോഡ് പാവപ്പെട്ട ആൾക്കാർ നിസ്കരിക്കുമോ? കോഴിക്കോട് പാവപ്പെട്ട നിസ്കരിക്കലുണ്ടോ? തൃശ്ശൂർ നിസ്കരിക്കലുണ്ടോ? ഇത് പാവപ്പെട്ട ആളുകൾക്ക് കൂടി നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഉദ്ദേശിച്ചാണ് 25,000 ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യപ്രദമായ പള്ളി നിർമ്മിക്കുന്നത്. സത്യത്തിൽ ആ മുസ്ലിങ്ങൾ എന്താ വിചാരിക്കാം? നമ്മൾ പാവപ്പെട്ടവരെ അവഗണിക്കുക, പാവപ്പെട്ടവർ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നില്ല എന്നല്ലേ ഇപ്പൊ മൂപ്പരാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ തരത്തിൽ വൈരുദ്ധ്യപൂർണ്ണമായ ഉത്തരം നൽകുന്നത്. അതിനിടയ്ക്ക് അബ്ദുള്ള പറഞ്ഞു, ഞങ്ങളൊരു സംശയം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ചാനൽ പറഞ്ഞതാ, ഇത് കാന്തപുരത്തിന്റെ മുടി വെക്കാനാണോ അതോ തടി വെക്കാനാണോ എന്ന് തുറന്നു പറയുന്നു. നമുക്കുണ്ടാ സംശയം. അപ്പൊ പേരോട് ഞാൻ വിചാരിച്ചു നിഷേധിക്കുന്നേ, അങ്ങനെ 40 കോടിന്റെ പള്ളി കാന്തപുരത്തിന്റെ ഭൗതിക ശരീരം വെക്കാൻ ഉണ്ടാക്കൂലെന്ന് പറയുന്നത്. ഇയാൾ പറയണെന്തോ, എന്താ വെച്ചാല് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ശരീരം മദീനയിലുള്ള മസ്ജിദ് നബവിയുടെ ഭാഗമല്ലേ വെച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭൗതിക ശരീരം മസ്ജിദ് നബവിയുടെ ഭാഗത്തല്ലേ വെച്ചിട്ടുള്ളത്? പിന്നെന്താ കാന്തപുരത്തിന്റെ ശരീരം അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് സംഭവം അങ്ങനെ തന്നെയാണ് അത്രേ. പക്ഷെ ദയവ് ചെയ്ത കാര്യം പറയാണ്ട്, കാന്തപുരത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ വേണ്ടി 40 കോടി പള്ളി നിർമ്മിക്കാൻ കാന്തപുരത്തിന്റെ പണെടുക്കാന്നല്ലാതെ പാവപ്പെട്ട മുസ്ലിം ജനസമൂഹത്തിൽ നിന്ന് ഷൈറെ മുബാറക്ക് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾ പിരിച്ചെടുത്ത് കോടികൾ സമ്പാദിക്കുന്ന ഈ തട്ടിപ്പ് ഇസ്ലാമികമായി നിലനിൽക്കുന്ന നിങ്ങളാ ഫത്വ പറയേണ്ടത്. കാന്തപുരത്തിന്റെ ശരീരം വെക്കാൻ ഇങ്ങനെ പള്ളി ഉണ്ടാക്കുന്നുള്ളത് വൈരുദ്ധ്യപൂർണമായ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വിഷയം ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വളരെയേറെ ദീർഘിപ്പിച്ചു പോയി. ഇവരോട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവരോട് നമ്മൾ പറയും, ചങ്ങാതിമാരെ നമ്മളിതിങ്ങനെ പ്രസംഗിച്ച് നടക്കണ്ട, നമുക്കൊരു ചർച്ച നടത്താം. 100 വട്ടം സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ് കാന്തപുരത്തിന്റെ മക്കള്. നമ്മളത് നടക്കാറില്ല. നമ്മൾ അത്യാവശ്യമാണെങ്കിലേ മുജാഹിദിനോട് വെല്ലുവിളിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ചർച്ച അവസാനിപ്പിച്ച് നമ്മൾ എന്ത് മാന്യമായി പറഞ്ഞു പോകും. ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യും. നാട് നിങ്ങൾ നടന്ന് നമ്മളിങ്ങനെ വെല്ലുവിളിച്ച് നടക്കാറില്ല. ഇവർക്ക് വെല്ലുവിളിയോട് വെല്ലുവിളിയാ മുഴുവൻ ശിഷ്യന്മാർക്കും. ഈ വെല്ലുവിളിയുമായി നാട് നിങ്ങളെ ഇത്രയും കാലം ഓടി ചുറ്റിനവരെ നിങ്ങളോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, എന്താ ഈ വിഷയത്തിൽ നിങ്ങൾ സംവാദത്തിന് തയ്യാറില്ലാത്തത്? ഞങ്ങൾ ചോദിച്ചല്ലോ, സംവാദം വേണ്ട, ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് ചർച്ച ചെയ്യാം. മേശയ്ക്ക് ചുറ്റിനും ചർച്ച ചെയ്യാനില്ല എന്ന് മാത്രമല്ല, ഒരു നേരിട്ടുള്ള സംവാദം ഈ വിഷയത്തിൽ നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ വിഷയത്തിന് കണ്ണും ചിമ്മി നിഷേധിച്ചുകൊണ്ട് ഇവർ പറയുന്ന ഒരു പ്രസ്താവന ഇവരുടെ തന്നെ സിറാജ് ദിനപത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇവർ ചോദിക്കുന്ന കാരന്തൂർ, ഈ പറയുന്ന സ്പേരോട് ഈ CD-യിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാരന്തൂർ മർക്കസിൽ വന്നാൽ അതിന്റെ സനത് കാണിച്ചു തരാം, വരാനുള്ള ചെലവ് ഞങ്ങൾ തരാം, കാറിന്റെ പൈസ ഞങ്ങൾ കൊടുക്കാം, വന്നോളി, വന്നാ കാണിച്ചുതരാ പറഞ്ഞുതരാന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ വരാത്തതെന്നോ? തുറന്നോട് പറഞ്ഞുതരാ. ഞങ്ങൾ കൊടുക്കുന്ന ഒരാളെങ്കിൽ പ്രാഥമികമായിട്ട് അയച്ചു, നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കറിയാം, അതുകൊണ്ടാണ് ഒരു ട്രയൽ നടത്തിയത്. ഹുദവിനെ അയച്ചു, ഹുദവി അന്ന് അന്വേഷിച്ച് വരിന്നു. ഹുദവി പോയി ചോദിച്ചു, അതിന് ആളൊക്കെ നേരത്തെ ഏർപ്പാട് ചെയ്ത് ടെലിഫോൺ അപ്പോയിന്റ്മെന്റ് വാങ്ങിയ ടേപ്പിനെ കണ്ടു. രണ്ടാമത്തെ ആ മുടിന്റെ സനതൊന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പറഞ്ഞു. AP പറഞ്ഞു, ഒന്നാമത്തെ മുടിന്റെ സ്ഥലത്ത് അതിന്റെ കൈവശമുണ്ട്, അങ്ങനെ കടലാസുകൾ കാണിച്ചു കൊടുത്തു. ഹുദവി അത് മൊബൈൽ പകർത്തണോ മടക്കൽ വെച്ചും ചെയ്തു. അത് വിശദമായിട്ട് എന്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ മുടിന്റെ പരമ്പര ജനലക്ഷങ്ങൾക്കിടയിൽ വായിച്ച് കേൾപ്പിച്ചാണെന്ന് പറഞ്ഞു. മൊബൈൽ പറഞ്ഞു കൊടുത്തില്ല. ഹുദവി നീരസത്തോടുകൂടി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, തിരിച്ചു പോന്നു. ഇതുവരെ ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ ക്യാമറ പുറത്തി. ഹുദവി പുറത്തെത്തിയില്ല മർക്കത്തിന്, അപ്പോഴേക്കും നെറ്റിൽ മൊത്തം എത്തി. അല്ലാ, ഹുദവി ഈക്കക്കാരൻ നേതാവ് മുടിയുടെ സനത് അംഗീകരിച്ച് സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുന്നു. നടന്നിങ്ങനെ പോണ ഫോട്ടോ ആയിട്ടേക്ക് ഇപ്പൊ നെറ്റിൽ ഇപ്പൊ കാണാം. ലോകത്താകെത്തി. ഇമാതിരി കള്ളം ഒരു ഹുദവിയെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ആദരണീയരായ സംഘടനാ നേതാക്കന്മാരും ഉസ്താദുമാരും മർക്കസിലേക്ക് ചെന്നാൽ നിങ്ങൾ എന്ത് പ്രചരിക്കും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ വാക്ക് പഠിച്ചവരാ. ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരി മറത്തൈനി. ഒരു മുഅ്മിൻ ഒരു മാളത്തിന് 2 തവണ പാമ്പ് കടിക്കാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മർക്കസിൽ നിങ്ങൾ ഇറങ്ങി പുറത്തേക്ക്, ഞങ്ങൾ ഓഫീസിൽ വരണ്ട, സമസ്തിക്ക് വരണ്ട, ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ടും വരാം. എന്നിട്ട് മധ്യസ്ഥൻ മുഖേന ഒരു വീട്ടിലിരുന്നോ ഓഫീസിലിരുന്നോ റൂമിലിരുന്നോ ചർച്ച നടത്താം, ഒരു വിരോധമല്ല. പരസ്യമായി സംവാദങ്ങൾ നടത്താം. എന്തേ നിങ്ങൾ തയ്യാറാകാത്തത്? നിങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, പരസ്യമായി നിങ്ങൾ സിറാജിൽ കൊടുത്ത പ്രസ്താവന ഇതാ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സിറാജ് പറയുന്നു, തിരുകേശത്തിന്റെ വ്യക്തമായ സനതും തെളിവുകളും നൽകുന്നതോടൊപ്പം ആർക്കാ നൽകാന്നറിയില്ല, ഈ വിഷയത്തിൽ പരസ്യമായ വാദപ്രതിപാദനത്തിനില്ലെന്ന് കാന്തപുരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരോടും പറയുന്നുണ്ട്, SSFന്റെ കുട്ടികൾ വാദപ്രയത്നം വെല്ലുവിളിക്കണ്ട. ഞാനോ കാന്തപുരം അറിയിക്കാതെ ഈ വിഷയത്തിൽ സംവാദത്തിന് പോകാൻ പാടില്ല. എന്താ പേര്?
നിങ്ങൾ ധൈര്യമായിട്ടുള്ള, നിങ്ങൾ പരസ്യമായിട്ടുള്ള എത്രയോ സംവാദ വേദികൾ പങ്കെടുത്ത ആളുകളെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന ആളുകളല്ലേ. ധൈര്യമായി അന്തസ്സായി കോഴിക്കോട് പട്ടണത്തിൽ വെച്ച്, കാസർഗോഡ് പട്ടണത്തിൽ വെച്ച്, മലപ്പുറത്ത് വെച്ച്, കേരളത്തിൽ എവിടെ വെച്ചാണെങ്കിലും ഞങ്ങൾ പരസ്യമായി ഈ വിഷയത്തിൽ സത്യവും അസത്യവും വേർതിരിക്കാൻ, കണ്ണും നെല്ലും വേർതിരിക്കാൻ അന്തസ്സായി കാന്തപുരത്തോട്, അല്ലെങ്കിൽ കാന്തപുരം വേണമെന്ന് വാശി പിടിക്കുന്നില്ല, കാന്തപുരം നിശ്ചയിക്കുന്ന കുട്ടികളാണെങ്കിലും ആ പ്രതിനിധികളോട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഏത് നിമിഷവും സംവാദം നടത്താൻ, ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പരസ്യമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ അനുകൂലമായി പ്രതികരിക്കുക. സത്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു സത്യവുമായി അന്തസ്സായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു രണ്ട് കൂട്ടത്തിൽ വിട്ടു നമ്മളെ വിജയങ്ങൾ കൊടുത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിളിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാദ പീഡികേശത്തിന്റെ വസ്തുതകൾ വളരെ വിശദമായി വിശദീകരിച്ചെന്ന നമ്മുടെ പ്രഭാഷകന്മാരായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദിനും, അതുപോലെ തന്നെ ഹസൻ സക്കാഫി പൂക്കോട് ഉസ്താദിനും, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പിനും SKF ജില്ലാ കമ്മിറ്റിയുടെ നന്ദികൾ ആശംസിക്കുകയാണ്. ഈമാനിൻ തിരമാലകളാൽ ഇഖ്ലാസിൻ നിറമാലകളാൽ, ഈമാനിൻ തിരമാലകളാൽ ഇഖ്ലാസിൻ നിറമാലകളാൽ ഇടനെഞ്ചിൽ